സ്കൂളുകളിലെ സുംബ പരിശീലനവുമായി മുന്നോട്ടെന്ന വിദ്യാഭ്യാസ മന്ത്രി. എതിർപ്പ് വിഭാഗീയതയ്ക്കും വർഗീയതയ്ക്കും വളം നൽകലെന്നും മന്ത്രി. ചർച്ചയില്ലാതെ നടപ്പാക്കാനാവില്ലെന്ന് ലീഗും മുസ്ലിം സംഘടനകളും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉപകരണങ്ങൾ ഇല്ലാത്തതിനാൽ ശസ്ത്രക്രിയകൾ മാറ്റിവെക്കുന്നു. തുറന്നു പറഞ്ഞ് യൂറോളജി വകുപ്പ് മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കൽ. വെളിപ്പെടുത്തിയതിന് പിരിച്ചുവിട്ടോട്ടെ എന്നും ഡോക്ടർ. പത്തനംതിട്ട പോക്സോ കേസിൽ പോലീസ് അട്ടിമറി. എസ്പിയെ സ്ഥലം മാറ്റും. VG വിനോദ് കുമാറിന് ഗുരുതര വീഴ്ചയെന്ന് DIGയുടെ അന്വേഷണ റിപ്പോർട്ട്. ഡിവൈഎസ്പിക്കും 2 SHOമാർക്കുമെതിരെ പരാമർശം. പ്രതിയായ അഭിഭാഷകനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെന്ന് കണ്ടെത്തൽ. UDF ക്ഷണം കിട്ടിയതോടെ LDFിൽ സമ്മർദ്ദം ശക്തമാക്കാൻ കേരള കോൺഗ്രസ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റ് ആവശ്യപ്പെടും. പാർട്ടിക്ക് കൂടുതൽ സീറ്റുകൾക്ക് അർഹതയുണ്ടെന്ന് സ്റ്റീഫൻ ജോർജ്. ഇസ്രയേലിന് നേരെ യമന്റെ മിസൈൽ ആക്രമണം. മിസൈലുകളെ തടുത്തെന്ന് ഇസ്രയേൽ സൈന്യം. തെക്കൻ ഇസ്രയേലിൽ അപകട സൈറൺ. ലഹരി വിരുദ്ധ ദിനാചരണം. കാസർഗോഡ് പോലീസിന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. 7 പേർ അറസ്റ്റിൽ. ഗ്രൂപ്പിൽ നിരവധി കേസുകളിലെ പ്രതികളും. വിശദമായ വാർത്തകളിലേക്ക്. പ്രതിഷേധങ്ങൾ തുടരുന്നതിനിടെയും സ്കൂളുകളിൽ സൂംബ പരിശീലനവുമായി മുന്നോട്ടു പോകുമെന്ന് സർക്കാർ. ചില കോണുകളിൽ നിന്നുയരുന്ന എതിർപ്പുകൾ ലഹരിയേക്കാൾ മാരകമാണെന്നും ഇത് സമൂഹത്തിൽ വിഭാഗീയതയ്ക്ക് കാരണമാകുന്നുവെന്നും മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. അതേസമയം ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒരുമിച്ച് ആടിപ്പാടാൻ അനുവദിക്കില്ലെന്നാണ് വിവിധ മുസ്ലിം സംഘടനകളുടെ നിലപാട്. ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി സ്കൂളുകളിൽ സൂംബ നടപ്പാക്കാനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറി TK അഷ്റഫ് വിമർശനം ഉന്നയിച്ചതോടെയാണ് വിഷയം സജീവ ചർച്ചയായത്. പിന്നാലെ കൂടുതൽ സമുദായ സംഘടനകൾ കൂടി പ്രതിഷേധ സ്വരം ഉയർത്തി രംഗത്തു വന്നു. പക്ഷേ വിമർശനങ്ങൾ നാനാകോണുകളിൽ നിന്നും ഉയരുമ്പോഴും തീരുമാനത്തിൽ നിന്ന് ഒരടി പോലും പിന്നോട്ടു പോകില്ലെന്നാണ് സർക്കാർ നിലപാട്. വിഷയം ചർച്ച ചെയ്ത് തെറ്റിദ്ധാരണ നീക്കാൻ തയ്യാറാണ്. ഇത്തരം എതിർപ്പുകൾ ലഹരിയേക്കാൾ മാരകമാണെന്നും ഇത് സമൂഹത്തിൽ വിഭാഗീയതയ്ക്ക് കാരണമാകുമെന്നും മന്ത്രി V ശിവൻകുട്ടി വ്യക്തമാക്കി. ഈ പ്രവർത്തനങ്ങൾ ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തിന്റെ ഭാഗമായാണ് നടപ്പിലാക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരം എതിർപ്പുകൾ ലഹരിയേക്കാൾ മാരകമായ വിഷം സമൂഹത്തിൽ കലർത്തുകയും വിദ്യാഭ്യാസ മേഖലയെ മെച്ചപ്പെടുത്തുന്നതിന് പകരം വർഗീയതയ്ക്കും വിഭാഗീയതയ്ക്കും വളം നൽകുകയും ചെയ്യും. ഡ്രസ് കോഡ് പാലിച്ചാണ് കായിക വിനോദങ്ങൾ നടത്തുന്നത്. ആരും കുട്ടികളോട് അല്പവസ്ത്രം ധരിക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ലെന്നും ഈ പ്രവർത്തനങ്ങൾ ലഹരി വിരുദ്ധ പ്രവർത്തനത്തിന്റെ ഭാഗമാണെന്നും V ശിവൻകുട്ടി പറഞ്ഞു. ഇത് അവരുടെ പഠനത്തെയും വ്യക്തിത്വ വികാസത്തെയും നല്ല രീതിയിൽ സ്വാധീനിക്കും. കേരളത്തിലെ 14,000-ഓളം വരുന്ന വിദ്യാലയങ്ങളിൽ 90% വിദ്യാലയങ്ങളിലും ഈ സൂംബ അടക്കമുള്ള കായിക ഇനങ്ങളുടെ റിഹേഴ്സലും പ്രവർത്തനവും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ ഇത്തരം ആരോഗ്യകരമായ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾ 21-ാം നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്. 22-ാം നൂറ്റാണ്ടിൽ എങ്ങനെ ജീവിക്കണം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാലമാണ്. അപ്പോൾ അത്തരമൊരു കാലത്ത് ഈ സൂംബ കായിക പരിശീലനം പോലുള്ള പരിപാടികൾ തെറ്റാണ്, പാടില്ല എന്നെല്ലാം ഉള്ളത് വലിയ വിദണ്ഡവാദമാണ്. അവര് ആത്മപരിശോധന നടത്തണം. ഇതിനെക്കുറിച്ച് ചർച്ച നടക്കട്ടെ, സമൂഹത്തിൽ ചർച്ച നടക്കട്ടെ. എന്നാൽ വിമർശനങ്ങളെ വർഗീയവൽക്കരിക്കാനാണ് ശ്രമമെന്നും പൊതുസംസ്കാരത്തിനെതിരായ തീരുമാനത്തിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നുമാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ നിലപാട്. ഈ വിമർശനം ഇത് എന്റെ ഒറ്റപ്പെട്ടൊരു വിമർശനമാണെന്നാണ് ഇപ്പൊ നിലങ്ങളൊക്കെ എന്തായി മുസ്ലിം സംഘടനകൾ എല്ലാവരും രംഗത്ത് വന്നല്ലോ. അതുപോലെ തന്നെ മുസ്ലിം സംഘടനകൾ മാത്രമല്ല, ഈ വിഷയത്തിൽ സാംസ്കാരികമായിട്ട് ചിന്തിക്കുന്ന ഒട്ടനവധി ആളുകൾ ഇത് നമ്മുടെ വിദ്യാലയത്തിന് പറ്റിയതല്ല, ഇത് നമ്മുടെ പൊതു സംസ്കാരത്തിന് പറ്റിയതല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അത് വരും ദിവസങ്ങളിൽ കാണും. ഇത്തരം തീരുമാനം നടപ്പിലാക്കുമ്പോൾ കൂടിയാലോചനകൾ നടത്തണമെന്ന് ഫാത്തിമ തേലിയും വ്യക്തമാക്കി. അല്പവസ്ത്രധാരണത്തിന്റെ വിഷയം മാത്രമല്ല,
അത് യൂണിഫോം ആണ് മിക്കവാറും കുട്ടികൾ സ്കൂളിലേക്ക് ഇത്തരത്തിലുള്ള സൂംബ ആണെങ്കിൽ അല്ലെങ്കിൽ അവർ ആ തരത്തിലുള്ള വസ്ത്രമാണ് ധരിച്ചു വരുന്നത്. പക്ഷെ ഇവിടെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ, ഞാൻ റേസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരു കാര്യം നടപ്പിലാക്കുന്നതിന് മുമ്പ് ഈ സർക്കാർ ആരോടൊക്കെ സംസാരിച്ചു? അതേസമയം വിഷയത്തിൽ മുസ്ലിം ലീഗ് ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. ഇക്കാര്യത്തിൽ സ്കൂൾ സമയമാറ്റത്തിൽ പ്രതികരിച്ച അതേ നിലപാട് ലീഗ് കൈക്കൊള്ളുമോ എന്ന് കണ്ടറിയണം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. സൂംബയ്ക്കെതിരായ പരാമർശങ്ങൾ നിർഭാഗ്യകരമെന്ന് മന്ത്രി എം.ബി. രാജേഷ്. ഈ കാലത്ത് ഇത്തരം വികല ചിന്ത ഉണ്ടാകുന്നത് ഉചിതമാണോ എന്ന് പറയുന്നവർ ചിന്തിക്കണമെന്നും എം.ബി. രാജേഷ് പറഞ്ഞു. 21ാം നൂറ്റാണ്ടിന്റെ ആദ്യ പാദം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. ബഹിരാകാശ നിലയത്തിൽ ഒരു ഇന്ത്യക്കാരൻ ഉൾപ്പെടെയുള്ള അനേകം മനുഷ്യർ അവിടെ താമസിച്ച് അവിടെ നിന്ന് ഭൂമിയെ കാണുകയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള എതിർപ്പുകൾ ഉയർത്തുന്ന ചിന്തയുള്ള ആളുകൾ ഇവിടെ ഇപ്പോഴും ജീവിക്കുന്നു എന്നത് ഉചിതമാണോ? ഇത്രയും ഇങ്ങനെ ഒരു വികല ചിന്ത ഇപ്പോഴും ഉണ്ടാകുന്നു എന്നുള്ളത് ഉചിതമാണോ എന്ന് എല്ലാവരും ആലോചിക്കണം. സൂംബ വിവാദത്തിൽ മുസ്ലിം സംഘടനകളുടെ നിലപാടുകളെ പിന്തുണച്ച് വി. മുരളീധരൻ. സ്കൂളുകളിൽ ഉണ്ടാവുന്ന പരിഷ്കാരങ്ങൾ കേരളത്തിലെ സാമൂഹ്യ സാഹചര്യങ്ങൾക്കനുസരിച്ചായിരിക്കണം. ഇന്ത്യയിൽ ആരും കണ്ടിട്ടില്ലാത്ത സൂംബ എവിടെ നിന്നാണ് കൊണ്ടുവന്നതെന്ന് അറിയില്ലെന്നും മതസംഘടനകൾ ഫത്വ പുറപ്പെടുവിക്കുന്നത് അപകടകരമായ സാഹചര്യമാണെന്നും വി. മുരളീധരൻ പറഞ്ഞു. UDFന്റെ ക്ഷണം വന്നതോടെ ഇടതുമുന്നണിയിൽ സമ്മർദ്ദ തന്ത്രവുമായി കേരള കോൺഗ്രസ് എം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ ചോദിച്ചു വാങ്ങാൻ കേരള കോൺഗ്രസ് ഇതോടെ തീരുമാനിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം ഉൾപ്പെടെ മാറിവരുന്ന രാഷ്ട്രീയ സാഹചര്യത്തിനനുസരിച്ചായിരിക്കും മുന്നണി മാറ്റം അടക്കമുള്ള കാര്യങ്ങളിലെ അന്തിമ തീരുമാനം. ഇടതുമുന്നണിയിൽ തുടരുമ്പോഴും UDFിൽ നിന്ന് പലതവണ ക്ഷണമുണ്ടായി. ഇതാണ് കേരള കോൺഗ്രസിനുള്ള ആത്മവിശ്വാസം. അനുകൂല സാഹചര്യം മുതലെടുക്കാനാണ് പാർട്ടിയുടെ തീരുമാനം. സമ്മർദ്ദശക്തിയായി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ ചോദിച്ചു വാങ്ങി വിജയിച്ച് ശക്തി വർദ്ധിപ്പിക്കുക. തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായാൽ അടുത്ത മാർഗമായി മുന്നണി മാറ്റം. ഇപ്പോൾ കേരള കോൺഗ്രസിൻ്റെ സ്വാഗതം ചെയ്യുന്നു എന്ന് സന്തോഷം. പക്ഷേ ഇപ്പോൾ ഘടകകക്ഷിയുടെ പുറകെ കേരള കോൺഗ്രസിൻ്റെ നിലപാടറിയിച്ചു, ഇപ്പോൾ CPIയുടെ പുറകെ. അപ്പോൾ അങ്ങനെ ഒരു ചർച്ചയും ഇല്ല. അങ്ങനെ കേരള കോൺഗ്രസ് കൃത്യമായ നിലപാടെടുത്തിട്ടുണ്ട്. എല്ലാ കാര്യവും ചർച്ച ചെയ്യുന്നതിനൊന്നും കുഴപ്പമില്ല. അങ്ങനെ ഒരു വികാരമൊന്നുമില്ല. നമുക്കറിയാം കൃത്യമായി കേരള സമൂഹത്തിൻ്റെ വികാരം എന്താണെന്ന്. മാത്രമല്ല ഒരിക്കലും നടക്കില്ല എന്ന് ചിന്തിച്ച വികസന പദ്ധതികൾ പോലും ഇടതുപക്ഷം നേതൃത്വം നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പൂർണ്ണ ഹാപ്പിയല്ല. ഒരു വിഭാഗം നേതാക്കൾക്കും പ്രവർത്തകർക്കും UDF ആണ് നല്ലതെന്ന അഭിപ്രായമുണ്ട്. പാല ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ വിജയിച്ചു കയറാനും ഇത് ഗുണമാണെന്ന് കരുതുന്നു. പക്ഷേ അപ്പോഴും കൂടുതൽ മന്ത്രിസ്ഥാനമടക്കം കിട്ടുമോ എന്നത് ആശങ്കയാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം കൊണ്ട് മാത്രം സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് മാണി വിഭാഗം കരുതുന്നില്ല. ഭരണമാറ്റം ഉണ്ടെന്ന് ഉറപ്പായാൽ മുന്നണി മാറ്റത്തിന് വേഗത കൂടും. ന്യൂസ് 18 കോട്ടയം. കേരള കോൺഗ്രസ് പാർട്ടികളുടെ ലയനം നിലവിൽ അജണ്ടയിലില്ലെന്ന് മോൻസ് ജോസഫ്. മുന്നണി വിപുലീകരണം ലക്ഷ്യമിടുന്നുണ്ട്. എങ്കിൽ ആർക്കെങ്കിലും വരണമെങ്കിൽ അവരാണ് ചർച്ച നടത്തേണ്ടതെന്നും കേരള കോൺഗ്രസ് എക്സിക്യൂട്ടീവ് ചെയർമാൻ മോൻസ് ജോസഫ് പറഞ്ഞു. കേരള കോൺഗ്രസിന്റെ ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള മുന്നണി UDFിലേക്ക് ആരെങ്കിലുമൊക്കെ വരാൻ ആഗ്രഹിക്കുന്നുണ്ട്, അവരൊക്കെയാണ് വെളിപ്പെടുത്തേണ്ടത്. ഇപ്പോൾ അതിനൊന്നും സാധ്യതയില്ലെന്ന് അവർ തന്നെ പറയുന്ന സാഹചര്യത്തിൽ ഞങ്ങളായിട്ട് അതേക്കുറിച്ച് ഒരു പ്രത്യേക പ്രതികരണത്തിന്റെ അഭിപ്രായം യാതൊരു പ്രശ്നവും ഞങ്ങൾക്കെന്തൊക്കെ UDFിനെ ശക്തിപ്പെടുത്തുക എന്നത് ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട്. UDF ഇടതുമുന്നണിയിലെ കക്ഷികളെ ക്ഷണിക്കുന്നത് ബലഹീനതയാണെന്ന് മന്ത്രി VN വാസവൻ. ഭരണത്തിൽ തിരിച്ചുവരാനാവില്ലെന്ന് UDFന് ബോധ്യമായി. ജോസ് കെ മാണിയും ബിനോയ് വിശ്വം ഇക്കാര്യത്തിൽ കൃത്യമായി മറുപടി പറഞ്ഞതാണെന്നും VN വാസവൻ പറഞ്ഞു. ഇപ്പൊ UDF ചില കക്ഷികളെ ക്ഷണിക്കുന്നു. അതിന്റെ അർത്ഥം UDFന്റെ ബലഹീനത തന്നെയാണ്. UDFന് ഇന്നത്തെ സാഹചര്യത്തിൽ തിരിച്ചുവരാൻ കഴിയില്ലെന്ന് അവർക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് CPIയെ ക്ഷണിക്കുന്നു, കേരള കോൺഗ്രസ് എമ്മിനെ ക്ഷണിക്കുന്നു. അത് ഇന്നലെ ബഹുമാന്യനായ ജോസ് കെ മാണി MP തന്നെ സൂചിപ്പിച്ചു. വിഷമകരമായ സാഹചര്യം അവർക്കുണ്ടെന്ന് വീണ്ടും ആവർത്തിക്കപ്പെടുന്ന സ്ഥിതിയാണ് ഈ ക്ഷണത്തിന് വരുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉപകരണങ്ങളില്ലാത്തതിനാൽ ശസ്ത്രക്രിയ മുടങ്ങുന്നത് പതിവാകുന്നു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി രാജിക്ക് വരെ ഒരുങ്ങുകയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ്. ഉപകരണങ്ങൾ എത്തിക്കാൻ ഓഫീസുകൾ കയറിയിറങ്ങി ചെരുപ്പ് തേഞ്ഞെന്നാണ് ഡോക്ടർ ഹാരിസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. മകന്റെ പ്രായമുള്ള വിദ്യാർത്ഥിയുടെ
ശസ്ത്രക്രിയ മാറ്റിവെക്കേണ്ട വന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു വികാരനിർഭരമായ പോസ്റ്റ് ഡോക്ടർ ഇട്ടത്. ലജ്ജയും നിരാശയുമുണ്ടെന്ന് ഡോക്ടർ പോസ്റ്റിൽ തുറന്നു പറയുന്നു. സാരംഗ് സുധാകരൻ വിവരങ്ങളുമായി. സാരംഗ്, ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിറഞ്ഞു നിൽക്കുന്നത് നിസ്സഹായതയാണ്. പർച്ചേസ് പവർ ഇല്ലാത്തൊരു മേധാവി എന്ന നിലയ്ക്ക് തനിക്കിനി ഇതിൽ ഒന്നും ചെയ്യാനില്ല. രാഷ്ട്രീയക്കാർക്കും ഉദ്യോഗസ്ഥ മേധാവികൾക്കും താല്പര്യമില്ലെങ്കിൽ താൻ പുറത്തേക്ക് പോവുകയല്ലാതെ മറ്റു വഴികളില്ല എന്ന് പറയുമ്പോൾ എത്രത്തോളം ഗുരുതരമാണ് അവിടുത്തെ സാഹചര്യങ്ങൾ? തീർച്ചയായും ശ്രീജ, ഇത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മാത്രം ഒരു സാഹചര്യമല്ല. കേരളത്തിൽ ഉടനീളമുള്ള സർക്കാർ ആശുപത്രികളിൽ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതിൽ ഡോക്ടേഴ്സ് കാര്യമായ ഒരു പ്രതികരണമായി മുന്നോട്ട് വരുന്നില്ല എന്നത് മാത്രമാണ് ഇതിലൊരു തികച്ചും വ്യത്യസ്തമായ ഒരു കാര്യം പറയാനുള്ളത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഇത്തരത്തിൽ ഒരു സ്വന്തം മകന്റെ പ്രായമുള്ള ഒരു വിദ്യാർത്ഥിയുടെ ഓപ്പറേഷൻ മാറ്റിവെക്കേണ്ടി വന്ന ഒരു നിസ്സഹായ അവസ്ഥ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ ഡോക്ടർ ഇത്തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ട് മുന്നോട്ട് വന്നത്. മാത്രമല്ല, ഇത്തരത്തിലുള്ള പല രോഗികളുടെയും ശസ്ത്രക്രിയ മാറ്റിവെക്കേണ്ട ഒരു സാഹചര്യം ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട്. സർക്കാർ ആശുപത്രികളുടെ പർച്ചേസിംഗ് പവർ വകുപ്പ് മേധാവിക്കല്ല, മറിച്ച് ഓഫീസ് അഡ്മിനിസ്ട്രേഷനിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന അതിന്റെ പേപ്പർ വർക്കും കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് മറ്റും ഇത്തരത്തിലുള്ള അഡ്മിനിസ്ട്രേഷൻ വിഭാഗമാണ്. അത്തരത്തിലുള്ള വിഭാഗത്തിൽ നിന്നുള്ള പണം അനുവദിക്കാതെ, മാത്രമല്ല സർക്കാരിൽ നിന്നുള്ള പണം അനുവദിക്കാത്തത് മൂലം ഇത്തരത്തിലുള്ള വിതരണക്കാർക്ക്, ഇത്തരം ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ വിതരണക്കാർക്ക് പണം നൽകാൻ കഴിയാത്തൊരു സാഹചര്യം വരികയും അങ്ങനെ ഇത്തരം വിതരണക്കാർ ഈ ശസ്ത്രക്രിയാ ഉപകരണങ്ങളടക്കമുള്ള സാധനങ്ങൾ വിതരണം ചെയ്ത് നിർത്തുകയും ഘട്ടം ഘട്ടമായി കുറച്ചു കൊണ്ടുവരികയും ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ശസ്ത്രക്രിയകൾ നടത്താൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തും. മാത്രമല്ല, അടിയന്തരമായ സാഹചര്യങ്ങളിൽ ഇങ്ങനെയുള്ള ശസ്ത്രക്രിയകൾ മാറ്റിവെക്കേണ്ടി വരും. നമുക്കറിയാം, സർക്കാർ ആശുപത്രികളിൽ വളരെ സാധാരണക്കാരായ സാമ്പത്തികമായ പശ്ചാത്തലം വളരെ ചുരുങ്ങിയ രീതിയിലുള്ള ആൾക്കാർ മാത്രമാണ് ഇത്തരത്തിലുള്ള ആശുപത്രികളിൽ സഹായത്തിനായി എത്തുന്നത്. അവർക്ക് മറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ പോയി ഇത്തരത്തിലുള്ള അടിയന്തരമായ ശസ്ത്രക്രിയയോ മറ്റും ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം വരും. മാത്രമല്ല, ഈ ശസ്ത്രക്രിയ ഡേറ്റുകൾ നീട്ടിവെക്കുമ്പോൾ ആരോഗ്യ സ്ഥിതി വളരെ മോശമാവുകയും മരണം വരെ സംഭവിക്കാനുള്ള സാഹചര്യമുണ്ട്. നമുക്കറിയാം, കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ഇത്തരത്തിലുള്ള കാർഡിയോളജി, അതേപോലെ ശ്രീജിത്തിലെ ന്യൂറോളജി വിഭാഗങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള പ്രശ്നം വകുപ്പ് മേധാവികൾ ഉന്നയിച്ചിരുന്നു. മാത്രമല്ല, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കേസുകൾ നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യം ഇതിനു മുൻപ് ഉണ്ടായിരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിലും ഇത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. ഇങ്ങനെ വകുപ്പ് മേധാവികൾ ഇങ്ങനെ കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞ് മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. പക്ഷേ ഇത്തരത്തിലൊരു നിസ്സഹായ അവസ്ഥ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ ഡോക്ടർ മുന്നോട്ട് വന്നിരിക്കുന്നത്. ശ്രീജ, സാരംഗ് സുധാകരനാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. ക്യാപ്റ്റൻ പരാമർശത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിനിടയിൽ അമർഷം പുകയുന്നു. മുഖ്യമന്ത്രി പദം ലക്ഷ്യമിട്ട് വി.ഡി. സതീശൻ ക്യാമ്പ് സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തിയ ബോധപൂർവമായ പ്രചാരണമാണിത് എന്നാണ് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള മറുചേരിയുടെ വാദം. അതേസമയം ക്യാപ്റ്റൻ പരാമർശത്തിനെതിരെ വിമർശനം ഉന്നയിച്ച് കൂടുതൽ നേതാക്കളും രംഗത്തെത്തി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ റിയൽ ക്യാപ്റ്റൻ CM 2026 തുടങ്ങിയ അടിക്കുറിപ്പുകളോടെയാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ ചിത്രം ഒരു വിഭാഗം സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചത്. എന്നാൽ അപകടം മണത്ത മറുചേരി ഉടൻ എതിർപ്പറിയിച്ച് രംഗത്തെത്തുകയായിരുന്നു. ക്യാപ്റ്റൻ പരാമർശത്തെ എതിർത്ത് ആദ്യം രംഗത്തെത്തിയത് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം കൂടിയായ രമേശ് ചെന്നിത്തല. പിന്നാലെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും K മുരളീധരനും നടത്തിയ സോൾജർ പരാമർശം കോൺഗ്രസ് ക്യാമ്പ് ഏറ്റുപിടിച്ചു. ജനാധിപത്യത്തിന് അംഗീകരിക്കാനാവാത്ത വാക്കാണ് ക്യാപ്റ്റൻ എന്നായിരുന്നു ഒരു പടി കൂടി കടന്ന് മാത്യു കുഴൽനാടൻ MLA പ്രതികരണം. ഉപതെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ അജണ്ട നിർണയിച്ചത് AICC സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണെന്ന് തെരഞ്ഞെടുപ്പ് ചുമതലയുണ്ടായിരുന്ന KPCC വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാർ തുറന്നടിച്ചത് VD പക്ഷത്തിലുള്ള മറുപടിയായാണ് കോൺഗ്രസ് കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നത്. ക്യാപ്റ്റൻ തർക്കത്തിൽ ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾക്കും കടുത്ത അതൃപ്തിയുണ്ടെന്നാണ് സൂചന. ന്യൂസ് 18 തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. ഹൃദയമിടിപ്പും ശ്വാസോച്ഛ്വാസവും സാധാരണ നിലയിലാക്കാനുള്ള ശ്രമം തുടരുകയാണെന്ന് ഡോക്ടർമാർ. ഡയാലിസിസിനും 72 മണിക്കൂർ നിരീക്ഷണത്തിനും ശേഷം വൃക്ക സംബന്ധമായ പ്രശ്നങ്ങളിൽ നേരിയ പുരോഗതിയുണ്ടെന്നാണ് വിലയിരുത്തൽ. കൂടുതൽ പരിശോധനകൾക്ക് ശേഷം മെഡിക്കൽ ബോർഡ് യോഗം ചേർന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറക്കും. കടുത്ത ഹൃദയാഘാതത്തെ തുടർന്ന് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് VSനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഭാരതാംബ ചിത്രവിവാദത്തിൽ മന്ത്രി V. ശിവൻകുട്ടിയെ രൂക്ഷമായി വിമർശിച്ചുള്ള ഗവർണറുടെ കത്തിന് സർക്കാർ മറുപടി നൽകും. ഭാരതാംബ എന്നത് സങ്കല്പം മാത്രമാണെന്നും ദേശീയ ഐക്യത്തിന്റെ പ്രതീകം എന്നതിന് ഭരണഘടനാ പരിരക്ഷ ഇല്ലെന്നുമാണ് സർക്കാരിന്റെ നിലപാട്. കേരള സർവകലാശാലയിലെ സംഘർഷത്തിൽ വൈസ് ചാൻസലറും ഇന്ന് ഗവർണർക്ക് റിപ്പോർട്ട് നൽകും. ഭാരതാംബ വിവാദത്തിൽ നിലപാടുകളിൽ നിന്ന് പിന്നോട്ടു പോകാൻ സർക്കാരും രാജ്ഭവനും തയ്യാറാകില്ല. വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി ഭരണഘടനാ പദവി അവഹേളിച്ചെന്ന ഗവർണറുടെ നിലപാട് സർക്കാർ തള്ളുന്നു. ഭാരതാംബ എന്നത് സങ്കല്പം മാത്രമാണ്. അത് ഭരണഘടനയിൽ പറയുന്നതോ
ഭരണഘടനയുടെ പരിരക്ഷയുള്ളതുമല്ല. സർക്കാർ പരിപാടികളിൽ ദേശീയചിഹ്നങ്ങൾ മാത്രമേ ഉപയോഗിക്കാനാകൂ. ഇക്കാര്യങ്ങൾ വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർക്ക് കത്ത് നൽകിയിരുന്നു. ശിവൻകുട്ടിക്കെതിരെയുള്ള ഗവർണറുടെ കത്തിന് ഭരണഘടനാ വിദഗ്ധരുടെ നിയമോപദേശം കൂടി ചേർത്താണ് സർക്കാർ മറുപടി നൽകുക. തന്റെ നിലപാടുകളിൽ നിന്നും ആശയങ്ങളിൽ നിന്നും പിന്നോട്ടു പോകില്ലെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറും കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. സർവകലാശാല ആസ്ഥാനത്ത് ഗവർണർ പങ്കെടുക്കേണ്ടിരുന്ന പരിപാടി എന്തിന് തടസ്സപ്പെടുത്തിയെന്ന ചോദ്യമായിരുന്നു രാജ്ഭവൻ കേരള സർവകലാശാലയോട് ചോദിച്ചത്. തന്റെ അനുമതിയില്ലാതെ സംഘാടകർക്കെതിരെ പരാതി നൽകിയതിൽ വൈസ് ചാൻസലർ മോഹൻ എസ് കുന്നുമലിനും കടുത്ത അതൃപ്തിയുണ്ട്. വിസിക്ക് രജിസ്ട്രാർ വിശദീകരണം നൽകും. അതുകൂടി ഉൾപ്പെടുത്തിയാകും വിസി സർവകലാശാലയുടെ ചാൻസലർ കൂടിയായ ഗവർണർക്ക് മറുപടി നൽകുക. രജിസ്ട്രാറുടെയും സിൻഡിക്കേറ്റിന്റെയും നിലപാടുകൾ വിസി അംഗീകരിക്കാനിടയില്ല. ന്യൂസ് 18 തിരുവനന്തപുരം. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. 7 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. മുല്ലപ്പെരിയാറിൽ ഇതിനിടെ ജലനിരപ്പ് 135.75 അടിയായി. സെക്കൻഡിൽ 3867 ഘനയടി വെള്ളമാണ് ഒഴുകിയെത്തുന്നത്. സെക്കൻഡിൽ 2117 ഘനയടി വെള്ളം തമിഴ്നാട് കൊണ്ടുപോകുന്നുണ്ട്. ജലനിരപ്പ് 136 അടിയായാൽ ഡാമിന്റെ സ്പിൽവേ ഷട്ടറുകൾ തുറക്കും. തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം മുതലപ്പുഴയിൽ വീണ്ടും അപകടം. അഴിമുഖത്ത് വള്ളം തലകീഴായി മറിഞ്ഞു. 3 പേരാണ് വള്ളത്തിലുണ്ടായിരുന്നത്. മത്സ്യബന്ധനം കഴിഞ്ഞ് വരുമ്പോഴായിരുന്നു അപകടം. വെട്ടുതുറ സ്വദേശി നിതിന്റെ ഉടമസ്ഥതയിലുള്ള നിത്യസഹായമാത എന്ന വള്ളമാണ് മറിഞ്ഞത്. കരയിലുണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികൾ രക്ഷാപ്രവർത്തനം നടത്തി. അപകടത്തിൽപ്പെട്ട വള്ളത്തിലുണ്ടായിരുന്ന മുഴുവൻ പേരെയും കരയിലെത്തിച്ചു. സംസ്ഥാനത്തിന്റെ പുതിയ പോലീസ് മേധാവിയുടെ നിയമനത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. തിങ്കളാഴ്ച ചേരുന്ന മന്ത്രിസഭാ യോഗം UPSC അംഗീകരിച്ച പട്ടികയിൽ നിന്ന് ഒരാളെ തീരുമാനിക്കും. റവാഡ ചന്ദ്രശേഖർ പോലീസ് മേധാവിയാകാനാണ് സാധ്യത. പട്ടികയ്ക്ക് പുറത്തു നിന്നൊരാൾക്ക് പോലീസ് തലവന്റെ താൽക്കാലിക ചുമതല നൽകുന്നതിനുള്ള നിയമസാധുതയും സർക്കാർ പരിശോധിക്കുന്നുണ്ട്. DGPമാരായ നിതിൻ അഗർവാൾ, റവാഡ ചന്ദ്രശേഖർ, യോഗേഷ് ഗുപ്ത കേരളത്തിലെ പോലീസ് തലവനാക്കാൻ UPSC സംസ്ഥാനത്തിന് നൽകിയ പട്ടികയിൽ ഉള്ളതിവരാണ്. എന്നാൽ പല കാരണങ്ങളിൽ 3 പേരോടും സംസ്ഥാന സർക്കാരിനത്ര താൽപ്പര്യമില്ല. ഇതോടെയാണ് പട്ടികയ്ക്ക് പുറത്തു നിന്നൊരാൾക്ക് സംസ്ഥാന പോലീസ് മേധാവിയുടെ താത്കാലിക ചുമതല നൽകുന്ന കാര്യം സർക്കാർ ആലോചിക്കുന്നത്. ഇതിനായുള്ള നിയമവശങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ബംഗാളും പഞ്ചാബും ഉത്തർപ്രദേശുമടക്കം 7 സംസ്ഥാനങ്ങളിൽ DGP ഇൻചാർജുമാരുണ്ട്. എന്നാൽ UPSC കൈമാറിയ പട്ടികയിൽ നിന്നല്ലാതെ മറ്റൊരാളെ തീരുമാനിച്ചാൽ കോടതിയിൽ നിന്ന് തിരിച്ചടിയുണ്ടാകുമെന്ന ആശങ്കയുണ്ട്. നിയമത്തിന്റെ നൂലാമാലകൾ സംസ്ഥാന സർക്കാരിനുമറിയാം. അതിനാൽ പട്ടികയിൽ നിന്നൊരാളെ തിങ്കളാഴ്ച ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ സംസ്ഥാന പോലീസ് മേധാവിയാക്കാൻ തന്നെയാണ് സാധ്യത. ന്യൂസ് 18 തിരുവനന്തപുരം. കാസർഗോഡ് പോലീസ് നീക്കങ്ങൾ അറിയാൻ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയ സംഭവത്തിൽ അന്വേഷണം ഊർജിതമായി നടക്കുന്നു. കേസിൽ ഗ്രൂപ്പ് അഡ്മിൻമാർ ഉൾപ്പെടെ 7 പേർ അറസ്റ്റിലായി. സംസ്ഥാനത്ത് തന്നെ പോലീസിനെയും മറ്റ് വകുപ്പ് അധികൃതരെയും നിരീക്ഷിച്ച് വാട്സ്ആപ്പിലൂടെ വിവരങ്ങൾ കൈമാറുന്ന സംഘങ്ങൾക്കെതിരെയുള്ള ആദ്യ കേസ് കൂടിയാണിത്. കേരള കർണാടക അതിർത്തി സ്റ്റേഷനായ രാജപുരത്താണ് പോലീസിനെയും മറ്റ് വകുപ്പുകളെയും നിരീക്ഷിക്കാൻ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയത്. ഫാമിലി എന്ന പേരുള്ള ഗ്രൂപ്പിൽ ലഹരി സംഘങ്ങൾ, മണൽ മാഫിയ, ഓൺലൈൻ ലോട്ടറി, ചൂതാട്ട സംഘങ്ങൾ എന്നിവരാണ് അംഗങ്ങളായുള്ളത്. 4 പേർ അഡ്മിൻമാരാണ്. കേസിൽ അഡ്മിൻമാർ ഉൾപ്പെടെ 7 പേരെ രാജപുരം പോലീസ് അറസ്റ്റ് ചെയ്തു. ഗ്രൂപ്പിൽ വോയിസ് മെസ്സേജ് അയച്ച ഇവരിൽ നിന്നും വിശദമായ മൊഴി രേഖപ്പെടുത്തി. നിലവിൽ ഗ്രൂപ്പ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. സൈബർ ഫോറൻസിക് വിഭാഗങ്ങളുടെ സഹായത്തോടെ കൂടുതൽ അന്വേഷണം നടക്കുകയാണെന്ന് പോലീസ് പറഞ്ഞു. പനത്തടി കുറിഞ്ഞി സ്വദേശി സതീഷാണ് ഗ്രൂപ്പിന്റെ പ്രധാന അഡ്മിൻ. ഇയാളെ പിടികൂടാനായിട്ടില്ല. വാട്സാപ്പ് ഗ്രൂപ്പിൽ 80 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇവരിൽ പലരും നിരവധി കേസുകളിലെ പ്രതികളാണ്. മെസ്സേജുകൾ കൈമാറിയ 16 പേർക്കെതിരെയാണ് കേസെടുത്തത്. ഇവരുടെ ഫോൺ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സംസ്ഥാനത്ത് തന്നെ പോലീസിനെയും മറ്റ് വകുപ്പ് അധികൃതരെയും നിരീക്ഷിച്ച് വിവരങ്ങൾ വാട്സാപ്പ് വഴി കൈമാറുന്ന സംഘത്തിനെതിരെയുള്ള ആദ്യ കേസ് കൂടിയാണിത്. ഇത്തരത്തിൽ കൂടുതൽ ഗ്രൂപ്പുകളുണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട്. അതേസമയം കഴിഞ്ഞ ദിവസം പുറത്തുവന്ന കോഡ് വാക്കുകളെ കൂടാതെ ഗ്രൂപ്പുകളിൽ പ്രചരിക്കുന്ന ചില കോഡുകളും പുറത്തു വന്നിട്ടുണ്ട്. റവന്യൂ സംഘങ്ങൾക്ക് റോഡിലിറങ്ങിയാൽ യാത്രക്കാരുണ്ടെന്നും ട്രാൻസ്പോർട്ട് വിഭാഗത്തിന്റെ വാഹനം ശ്രദ്ധയിൽപ്പെട്ടാൽ
ചാകര വന്നെന്നുമാണ് ഗ്രൂപ്പിൽ അറിയിക്കുക. പോലീസ് സ്റ്റേഷനിൽ നിന്ന് ജീപ്പ് പുറപ്പെട്ടാൽ വീട്ടിൽ നിന്ന് ജനകീയമിറങ്ങിയെന്നും മാവോയിസ്റ്റ് ഭീഷണിയുള്ള സ്റ്റേഷനിലെ ഗൂർഖ പോലീസ് വാഹനം ഇറങ്ങിയാൽ ബുള്ളറ്റുമായി ലീഡറും ഇറങ്ങിയിട്ടുണ്ടെന്നുമാണ് കോഡ്. പഴയ പോലീസ് വാഹനം പെട്രോളിങ്ങിന് ഇറങ്ങിയാൽ പാട്ടയും റോഡിലുണ്ടെന്നാണ് കോഡ്. ന്യൂസ് 18 കാസർഗോഡ്. പത്തനംതിട്ടയിൽ ഹൈക്കോടതി അഭിഭാഷകൻ ഉൾപ്പെട്ട പോക്സോ കേസിൽ പോലീസിന് ഗുരുതര വീഴ്ച പറ്റിയെന്ന ഡിഐജിയുടെ റിപ്പോർട്ട്. സംഭവത്തിൽ പത്തനംതിട്ട SPയെ സ്ഥലം മാറ്റും. VG വിനോദ് കുമാർ ഉൾപ്പെടെയുള്ളവർക്ക് എതിരെ നടപടി ഉണ്ടാകാനാണ് സാധ്യത. പോക്സോ കേസ് പ്രതിയായ നൌഷാദ് തോട്ടത്തിലിനെതിരെയുള്ള അന്വേഷണം പോലീസ് അട്ടിമറിച്ചുവെന്നാണ് കണ്ടെത്തൽ. ഹൈക്കോടതി അഭിഭാഷകനായ നൌഷാദ് തോട്ടത്തിൽ പ്രതിയായ പോക്സോ കേസ് അന്വേഷണം പോലീസ് അട്ടിമറിച്ചതായാണ് DIG അജിത ബീഗം ആഭ്യന്തര വകുപ്പിന് സമർപ്പിച്ച റിപ്പോർട്ടിലെ കണ്ടെത്തൽ. സംഭവത്തിൽ അന്വേഷണം നടത്തിയ SP അടക്കമുള്ള ഉദ്യോഗസ്ഥർക്ക് ഗുരുതര വീഴ്ചയുണ്ടായി. ആദ്യം പെൺകുട്ടി കോന്നി പോലീസിൽ പരാതി നൽകിയെങ്കിലും 3 മാസം വരെ കേസെടുക്കാതെ പ്രതിക്ക് രക്ഷപ്പെടാൻ അവസരമൊരുക്കിയതിനാണ് കോന്നി DSP രാജപ്പൻ റാവുത്തർ, SHO ശ്രീജിത്ത് എന്നിവരെ സംഭവത്തിൽ അന്വേഷണ വിധേയമായി ആദ്യം സസ്പെൻഡ് ചെയ്തത്. പിന്നീട് കേസ് ആറന്മുള പോലീസിന് കൈമാറിയെങ്കിലും പത്തനംതിട്ട DSP S നന്ദകുമാറും ആറന്മുള SHO പ്രവീണും നടപടിയെടുക്കാതെ അട്ടിമറിച്ചു. പ്രതി നൌഷാദിനെ അറസ്റ്റ് ചെയ്യാൻ സാഹചര്യമുണ്ടായിട്ടും നടപടിയെടുക്കാതെ പ്രതിക്ക് രക്ഷപ്പെടാൻ അവസരമൊരുക്കി. കേസിന്റെ മേൽനോട്ടം വഹിച്ച പത്തനംതിട്ട SP വിനോദ് കുമാറിനും കേസിൽ ഗുരുതര വീഴ്ചയുണ്ടായെന്നാണ് കണ്ടെത്തൽ. പോലീസിന്റെ സഹായം പ്രതിക്ക് ലഭിച്ചതോടെ സുപ്രീം കോടതിയിൽ നിന്നും അറസ്റ്റ് തടയാൻ ഇടക്കാല ജാമ്യം പ്രതി നൌഷാദിന് ലഭിച്ചതുമാണ് പോലീസിനെതിരെയുള്ള വീഴ്ചകളായി കണ്ടെത്തിയിരിക്കുന്നത്. പോക്സോ കേസുമായി ബന്ധപ്പെട്ട് വീഴ്ച വരുത്തിയതിന് CWC ചെയർമാൻ അഡ്വക്കേറ്റ് രാജീവിനെ നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു. ന്യൂസ് 18 പത്തനംതിട്ട. ചുരുളി സിനിമ വിവാദവുമായി ബന്ധപ്പെട്ട് നടൻ ജോജു ജോസഫിനെതിരായ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ച് സംവിധായകൻ ലിജോ ജോസ് പല്ലിശ്ശേരി. ജോജുവിന് സിനിമയിൽ നൽകിയ പ്രതിഫല കണക്കുമായി ബന്ധപ്പെട്ട പോസ്റ്റാണ് പിൻവലിച്ചത്. സിനിമയിൽ അഭിനയിക്കുന്നതുമായി ബന്ധപ്പെട്ട അഗ്രിമെന്റ് പുറത്തുവിടണമെന്ന് ജോജു ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് ലിജോ ഫേസ്ബുക്ക് പോസ്റ്റ് നീക്കിയത്. സിനിമയിൽ ജോജുവിന് 5 ലക്ഷത്തിലേറെ രൂപ നൽകിയതിന്റെ രേഖകളാണ് ലിജോ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നത്. മലപ്പുറത്ത് 1 വയസ്സുകാരന്റെ മരണം മാതാപിതാക്കൾ ചികിത്സ നൽകാതിരുന്നതിനെ തുടർന്നെന്ന ആക്ഷേപം. മാതാപിതാക്കൾ അശാസ്ത്രീയ ചികിത്സാരീതി പ്രോത്സാഹിപ്പിക്കുന്നുവെന്നാണ് പരാതി. ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർ വീട്ടിലെത്തി വിവരങ്ങൾ ശേഖരിച്ചു. കഴിഞ്ഞ ദിവസമാണ് പാങ് സ്വദേശികളായ ഹിറ ഹറീറ നവാസ് ദമ്പതികളുടെ മകൻ SN എർഹാൻ മരിച്ചത്. പാല് കൊടുത്തു കഴിഞ്ഞ് കുഴഞ്ഞു വീണു മരിച്ചുവെന്നാണ് മാതാപിതാക്കളുടെ മൊഴി. കോട്ടക്കലിലെ വീട്ടിൽ വെച്ചാണ് സംഭവം. തുടർന്ന് ഡോക്ടർ വീട്ടിലെത്തി മരണം സ്ഥിരീകരിച്ചുവെന്ന് മാതാപിതാക്കൾ. കുഞ്ഞിന്റെ കബറടക്കം രാവിലെ നടന്നു. നേരത്തെ കുഞ്ഞിന് മഞ്ഞപ്പിത്തം ബാധിച്ചിരുന്നു. ഇതാണോ മരണകാരണം എന്നാണ് ആരോഗ്യവകുപ്പ് പരിശോധിക്കുന്നത്. ഇതുവരെ പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുത്തിട്ടില്ലെന്നും ആരോഗ്യ വിഭാഗം പറയുന്നു. വീട് പടിയാണ്, അവിടെ വാടകയ്ക്ക് താമസിക്കുകയാണ്. വന്നെന്നാണ് പറഞ്ഞത്. പാല് കൊടുക്കുമ്പോൾ കുഴഞ്ഞു എന്താ പറഞ്ഞത് ശേഷമാണ് ബന്ധുക്കൾ സ്ഥിരീകരിച്ചത്. ബന്ധുക്കൾ പറഞ്ഞതേ പാല് കൊടുത്തപ്പോൾ മരിച്ചു എന്നുള്ളതാണ്. അങ്ങനെയല്ല, ബന്ധുക്കളൊന്നും ഞങ്ങളോട് പറഞ്ഞില്ല. അവർ പറഞ്ഞു പാല് കൊടുത്ത് കുറച്ച് കഴിഞ്ഞ. കുട്ടിയുടെ മാതാപിതാക്കൾ അശാസ്ത്രീയ ചികിത്സാരീതി പ്രോത്സാഹിപ്പിച്ചിരുന്നതായാണ് പരാതി. വീട്ടുപ്രസവങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള പോസ്റ്റുകളും ഇവർ പങ്കുവച്ചിരുന്നു. ഇതാണ് ആക്ഷേപത്തിന് ഇടയാക്കുന്നത്. മലപ്പുറത്തു നിന്നുള്ള ആരോഗ്യ പ്രവർത്തകർ കാടാമ്പുഴയിലെ വീട്ടിലെത്തി തെളിവുകൾ ശേഖരിച്ചു. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്താൻ DMO നിർദ്ദേശം നൽകി. ന്യൂസ് 18 തിരൂർ. കണ്ണൂരിൽ പേവിഷബാധയേറ്റ 5 വയസ്സുകാരൻ മരിച്ചു. തമിഴ്നാട് സ്വദേശികളുടെ മകൻ ഹരിത്താണ് മരിച്ചത്. പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. മെയ് 31-നാണ് കുട്ടിക്ക് തെരുവുനായയുടെ കടിയേറ്റത്. എയർ ഇന്ത്യ സാറ്റ്സിലെ വിവാദ ആഘോഷത്തിൽ നടപടി. 4 മുതിർന്ന ഉദ്യോഗസ്ഥരെ എയർ ഇന്ത്യ പുറത്താക്കി. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ ദുഃഖാചരണം നിലനിൽക്കെ ഓഫീസിൽ പാർട്ടി നടത്തിയതിനാണ് നടപടി. ജൂൺ 20-നായിരുന്നു സംഭവം. പാർട്ടിയുടെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ എയർ ഇന്ത്യയ്ക്ക് നേരെ വലിയ വിമർശനം ഉയർന്നിരുന്നു. എയർ ഇന്ത്യ ഉപകമ്പനിയായ AI സാറ്റ്സിന്റെ ഗുരുഗ്രാം ഓഫീസിലാണ് പാർട്ടി സംഘടിപ്പിച്ചത്. ഇത് തങ്ങളുടെ മൂല്യങ്ങൾക്കനുസരിച്ചുള്ള പ്രവൃത്തിയല്ലെന്നും ജീവനക്കാരുടെ നടപടി അങ്ങേയറ്റം ലജ്ജാകരമാണെന്നും എയർ ഇന്ത്യ വ്യക്തമാക്കി. യന്ത്ര തകരാറിനെ തുടർന്ന് തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിൽ സേഫ് ലാൻഡിംഗ് നടത്തിയ ബ്രിട്ടീഷ് യുദ്ധവിമാനത്തിന്റെ അറ്റകുറ്റപ്പണികൾ ഉടൻ ആരംഭിക്കും. ബ്രിട്ടനിൽ നിന്ന് സാങ്കേതിക വിദഗ്ധരടങ്ങുന്ന സംഘം ഉടൻ തിരുവനന്തപുരത്തെത്തും. യുദ്ധവിമാനത്തിന് പ്രത്യേക സുരക്ഷയാണ് വിമാനത്താവളത്തിന്റെ ഹാങ്ങർ യൂണിറ്റിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്.
ബ്രിട്ടന്റെ F-35B യുദ്ധവിമാനം കഴിഞ്ഞ ദിവസമാണ് യന്ത്ര തകരാറിനെ തുടർന്ന് തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിൽ അടിയന്തരമായി സേഫ് ലാൻഡിംഗ് നടത്തിയത്. അതിനുശേഷം ഇതിന്റെ യന്ത്രപ്രശ്നങ്ങൾ, തകരാറുകൾ എന്താണ് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശോധന വിദഗ്ധ എഞ്ചിനീയർമാരുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ പരിശോധനകൾക്കിടയിലാണ് ഇതിന് സാങ്കേതികമായി സങ്കീർണമായ ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്ന് കണ്ടെത്തിയത്. അതേ തുടർന്ന് ബ്രിട്ടന്റെ വ്യോമസേന അധികൃതർ അടക്കം ഇതുമായി ബന്ധപ്പെട്ട അറ്റകുറ്റപ്പണികൾ വേഗത്തിൽ പൂർത്തിയാക്കുന്നതിന് വേണ്ടി ആധുനിക സാങ്കേതിക സംവിധാനങ്ങൾ ഉൾപ്പെടുത്തുന്ന ഉപകരണങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു എക്വിപ്ഡ് ആയിട്ടുള്ള ടീമിനെ തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിലേക്ക് അയക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. തകരാറുകൾ പരിഹരിച്ചതിന് ശേഷം സുരക്ഷാ പരിശോധനകൾ പൂർത്തിയാക്കി വീണ്ടും സൈനിക സേവനങ്ങൾക്ക് തന്നെ ഈ ഫൈറ്റർ ജെറ്റ് ഉപയോഗിക്കും എന്നാണ് ബ്രിട്ടീഷ് ഹൈക്കമ്മീഷന്റെ വക്താവ് കഴിഞ്ഞ ദിവസം വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കിയത്. ഇതിന്റെ യന്ത്ര തകരാറ് എന്താണ് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രാഥമികമായ പരിശോധനകൾ പൂർത്തിയായിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ലഭിച്ച വിവരങ്ങളെ തുടർന്നാണ് ഈ യന്ത്ര തകരാർ പരിഹരിക്കുന്നതിനാവശ്യമായ ആധുനിക സാങ്കേതിക ഉപകരണങ്ങൾ ഉൾപ്പെടെ വഹിച്ചുകൊണ്ട് ഒരു വിദഗ്ധ സംഘം ഇംഗ്ലണ്ടിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തുന്നത്. അവർ ഉടൻ തന്നെ ഇവിടെ എത്തിച്ചേരുമെന്നാണ് വിമാനത്താവള അധികൃതർക്ക് നൽകിയിരിക്കുന്ന വിവരം. അവർ എത്തിയതിനു ശേഷമായിരിക്കും ഹാങ്ങർ യൂണിറ്റിൽ വിശദമായ പരിശോധനകൾ നടത്തി തകരാർ പരിഹരിച്ച് അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി സുരക്ഷാ പരിശോധനകൾ കൂടി പൂർത്തിയാക്കിയ ശേഷം ഈ വിമാനം തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ബ്രിട്ടന്റെ സൈനിക സേവനങ്ങൾക്ക് വേണ്ടി തിരികെ മടങ്ങുക എന്നാണ് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. ക്യാമറമാൻ സി വിനോദിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. കൊൽക്കത്ത കൂട്ടബലാത്സംഗ കേസിൽ എഫ്ഐആർ വിവരങ്ങൾ പുറത്ത്. യുവതി നേരിട്ടത് അതിക്രൂര പീഡനമെന്ന് മെഡിക്കൽ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. പീഡനം മൊബൈലിൽ ചിത്രീകരിച്ചു, ഹോക്കി സ്റ്റിക്ക് ഉപയോഗിച്ച് മർദ്ദിച്ചു. 2 പ്രതികളുടെ സഹായത്തോടെ സുരക്ഷാ ഉദ്യോഗസ്ഥന്റെ മുറിയിലേക്ക് കൊണ്ടുപോയി. മുഖ്യപ്രതി ഉപദ്രവിച്ചപ്പോൾ മറ്റ് 2 പേർ നോക്കി നിന്നുവെന്നും മൊഴിയിലുണ്ട്. സംഭവത്തിൽ 3 പേരാണ് അറസ്റ്റിലായിട്ടുള്ളത്. 2 വിദ്യാർത്ഥികളും ഒരു പൂർവ്വ വിദ്യാർത്ഥിയുമാണ് പിടിയിലായത്. ആർജിക്കർ മെഡിക്കൽ കോളേജിൽ ജൂനിയർ ഡോക്ടറെ ബലാത്സംഗം ചെയ്തു കൊന്ന 10 മാസങ്ങൾക്ക് ശേഷമാണ് ഈ സംഭവം. ഈ മാസം 25-നായിരുന്നു വിദ്യാർത്ഥിനിയെ ബലാത്സംഗം ചെയ്തത്. ഒഡീഷയിലെ പുരി രഥയാത്രയ്ക്കിടെ അപകടം. 500-ലേറെ പേർക്ക് പരിക്കേറ്റു. നിരവധി പേരുടെ നില ഗുരുതരമെന്നാണ് പുറത്തുവരുന്ന വിവരം. ജഗന്നാഥ ക്ഷേത്രത്തിലെ വാർഷിക രഥയാത്രയ്ക്കിടെയാണ് അപകടമുണ്ടായത്. ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് പുരിയിലെ ജഗന്നാഥ ക്ഷേത്രത്തിൽ രഥയാത്രയിൽ പങ്കെടുക്കാനെത്തിയത്. തിക്കിലും തിരക്കിലും പെട്ടാണ് അപകടമുണ്ടായത്. പഹൽഗാം ഭീകരാക്രമണ കേസിലെ ഭീകരർക്ക് സംരക്ഷണമൊരുക്കിയ അനന്തനഗർ സ്വദേശികളായ 2 സഹോദരങ്ങളുടെ NIA കസ്റ്റഡി കാലാവധി നീട്ടി നൽകി കോടതി. 7 ദിവസത്തേക്കാണ് കസ്റ്റഡി കാലാവധി നീട്ടിയത്. ഭീകരാക്രമണത്തിന് പിന്നിൽ ലഷ്കർ-ഇ-തൈബ എന്നാണ് ഇവരുടെ കുറ്റസമ്മതം. അതേസമയം അക്രമികളെ കണ്ടെത്താൻ വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് NIA-യുടെ തെരച്ചിൽ തുടരുകയാണ്. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. പഹൽഗാം ഭീകരാക്രമണം നടന്നതിന് 3 കിലോമീറ്റർ അകലെ നിന്നാണ് കൂട്ടക്കൊലയിൽ പങ്കെടുത്ത ഭീകരർക്ക് അഭയമൊരുക്കിയ കശ്മീരി സഹോദരന്മാരായ പർവേസ് ബഷീർ എന്നിവരെ NIA സംഘം കഴിഞ്ഞ 21-ന് കസ്റ്റഡിയിലെടുത്തത്. ഏപ്രിൽ 22-ന് ഭീകരാക്രമണം ഉണ്ടാകുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് 4-അംഗ സംഘം പഹൽഗാമിൽ എത്തിയതായും കസ്റ്റഡിയിലെടുത്ത സഹോദരങ്ങൾ ഇവർക്ക് താമസ സൗകര്യവും ഭക്ഷണ ക്രമീകരണങ്ങളും ഒരുക്കി നൽകിയതായും ആണ് NIA-യുടെ കണ്ടെത്തൽ. ഭീകരാക്രമണത്തിന് പിന്നാലെ ഏപ്രിൽ 27-നാണ് NIA കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങിയത്. അക്രമി സംഘത്തിന് പ്രാദേശിക സഹായം നൽകിയവരെ കണ്ടെത്തുന്നതിനായി ദേശീയ അന്വേഷണ ഏജൻസി 2500 പേരുടെ പട്ടിക തയ്യാറാക്കി. തുടർന്ന് മുമ്പ് ഭീകരവാദ പ്രസ്ഥാനങ്ങളുമായി ബന്ധമുണ്ടായിരുന്നവർ, ക്രിമിനൽ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടവർ, ക്രിമിനൽ പശ്ചാത്തലം ഉള്ളവർ എന്നിങ്ങനെ തരംതിരിച്ച് നടത്തിയ പരിശോധനയിലാണ് ഭീകരവാദികൾക്ക് സഹായം ചെയ്തു നൽകിയ അനന്തനഗർ സ്വദേശികളായ സഹോദരങ്ങൾ പിടിയിലായത്. ഭീകരാക്രമണത്തിന് പിന്നിൽ ലഷ്കർ-ഇ-തൈബ എന്നാണ് ചോദ്യം ചെയ്യലിൽ ഇവരുടെ കുറ്റസമ്മതം. അതേസമയം ഭീകരവാദികളെ യുവാക്കളുമായി ബന്ധപ്പെടുത്തിയവരെ കണ്ടെത്താനുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. 26 പേരുടെ ജീവനെടുത്ത ഭീകരാക്രമണത്തിന് ശേഷം അക്രമി സംഘം രാജ്യം വിട്ടിട്ടുണ്ടായിരിക്കാമെന്ന നിഗമനത്തിലാണ് മറ്റ് അന്വേഷണ ഏജൻസികൾ. ഭീകരാക്രമണം നടത്തിയവർ പ്രത്യേക പരിശീലനം നേടിയ ട്രെയിൻഡ് കേഡേഴ്സ് എന്നാണ് NIA-യുടെ നിഗമനം. ഇവരെ പിടികൂടാൻ കാലതാമസം നേരിടുന്നത് ഇക്കാരണം കൊണ്ടാണെന്നും NIA വൃത്തങ്ങൾ സൂചന നൽകുന്നു. ഡാൻ കുര്യൻ, ന്യൂസ് 18.
സിന്ധു നദീജല കരാറിലെ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ഇന്ത്യ. ഇത് സംബന്ധിച്ച ആർബിട്രേഷൻ കോടതി ഉത്തരവ് നിലനിൽക്കില്ലെന്നും ഇന്ത്യ വ്യക്തമാക്കി. പാകിസ്ഥാൻ ഭീകര രാജ്യമാണെന്ന നിലപാട് ഇന്ത്യ ആവർത്തിച്ചു. കഴിഞ്ഞ ദിവസമാണ് ഹേഗിലെ അന്താരാഷ്ട്ര ആർബിട്രേഷൻ കോടതി വിധി പ്രസ്താവിച്ചത്. സിന്ധു നദീജല കരാറിൽ നിന്ന് ഇന്ത്യക്ക് ഏകപക്ഷീയമായി പിന്മാറാൻ കഴിയില്ല. അത് കരാറിൽ സ്വീകരിച്ച വ്യവസ്ഥകളുടെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു കോടതിയുടെ വിധി. എന്നാൽ കിഷൻഗംഗ, റാറ്റ്ലെ ജലവൈദ്യുത പദ്ധതികൾ സംബന്ധിച്ച് പാകിസ്ഥാൻ ഉന്നയിച്ച എതിർപ്പുകളിൽ കോടതിയുടെ വിധി ഇന്ത്യ തള്ളിക്കളയുന്നുവെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. പാകിസ്ഥാന്റെ നിർദ്ദേശപ്രകാരമുള്ള ഏറ്റവും പുതിയ ഈ പ്രഹസനം ആഗോള ഭീകരതയുടെ പ്രഭവ കേന്ദ്രമെന്ന നിലയിൽ അതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മറ്റൊരു ശ്രമമാണെന്നും വിദേശകാര്യ മന്ത്രാലയം ചൂണ്ടിക്കാട്ടി. പേരിനു വേണ്ടിയുള്ള കോടതിയുടെ രൂപീകരണം തന്നെ സിന്ധു നദീജല കരാറിന്റെ ഗുരുതരമായ ലംഘനമാണെന്നും അതിനാൽ കോടതിയെടുക്കുന്ന ഏതൊരു തീരുമാനവും നിയമവിരുദ്ധമാണെന്നുമാണ് ഇന്ത്യയുടെ നിലപാട്. കഴിഞ്ഞ ഏപ്രിൽ 22-ന് പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിന് തൊട്ടു പിന്നാലെ 1960-ലെ സിന്ധു നദീജല കരാറിൽ നിന്ന് ഇന്ത്യ പിൻവാങ്ങുകയായിരുന്നു. കരാർ റദ്ദാക്കിയതിനാൽ ഉടമ്പടി പ്രകാരമുള്ള ബാധ്യതകൾ നിറവേറ്റാൻ ഇന്ത്യ ബാധ്യസ്ഥമല്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ജന്മാവകാശ പൗരത്വ വിഷയത്തിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് അനുകൂല വിധിയുമായി സുപ്രീംകോടതി. പ്രസിഡന്റ് തീരുമാനത്തിൽ ഇടപെടാൻ ഫെഡറൽ ജഡ്ജിമാർക്ക് അധികാരമില്ലെന്ന് സുപ്രീംകോടതി ഉത്തരവിട്ടു. വിധിയിൽ സന്തോഷമെന്നും മികച്ച തീരുമാനമെന്നും ട്രംപ് പ്രതികരിച്ചു. പ്രസിഡന്റായി അധികാരത്തിലേറി ആദ്യ ദിനം തന്നെ ജന്മാവകാശ പൗരത്വത്തിന് നിബന്ധനകൾ വയ്ക്കാനുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ട്രംപ് ഒപ്പിട്ടിരുന്നു. മാതാപിതാക്കളിൽ ഒരാൾക്കെങ്കിലും US പൗരത്വമുണ്ടാകണം, അല്ലെങ്കിൽ സ്ഥിരതാമസത്തിന് നിയമപരമായ അനുമതി ഉണ്ടാകണമെന്നായിരുന്നു നിബന്ധന. അങ്ങനെയല്ലാത്തവർക്ക് US-ൽ പിറക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ജന്മാവകാശ പൗരത്വം ഉണ്ടാവില്ല എന്നാണ് ട്രംപ് ഉത്തരവിട്ടത്. ഇത് US-ൽ ജനിക്കുന്നവർക്ക് സ്വാഭാവിക പൗരത്വം നൽകുന്ന 14-ാം ഭരണഘടനാ ഭേദഗതിക്ക് എതിരാണെന്ന് കാട്ടി വ്യക്തികളും സംഘടനകളും കോടതിയിൽ പോയി. എന്നാൽ ഹർജി പരിഗണിച്ച US സുപ്രീം കോടതി അമേരിക്കൻ പ്രസിഡന്റിന്റെ എക്സിക്യൂട്ടീവ് ഉത്തരവ് തടയാൻ ഫെഡറൽ ജഡ്ജിമാർക്ക് അധികാരമില്ലെന്ന് നിർണായക വിധി പ്രസ്താവിച്ചു. ചില കേസുകളിൽ ഫെഡറൽ കോടതിയുടെ ഇടപെടൽ US കോൺഗ്രസ് നൽകിയ അധികാരത്തിന് മുകളിലാണെന്നും കോടതി നിരീക്ഷിച്ചു. എക്സിക്യൂട്ടീവ് സംവിധാനം നിയമവിരുദ്ധമായി പ്രവർത്തിച്ചെന്ന് കണ്ടെത്തിയാൽ പോലും കോടതി അധികാരപരിധി ലംഘിക്കരുതെന്നും 5 ജഡ്ജിമാർക്കൊപ്പമുള്ള വിധിന്യായത്തിൽ പറയുന്നു. എന്നാൽ 3 ജസ്റ്റിസുമാർ ഈ അഭിപ്രായത്തോട് വിയോജിച്ചു. മേരിലൻഡ്, മാസാച്യൂസെറ്റ്സ്, വാഷിംഗ്ടൺ എന്നീ സംസ്ഥാനങ്ങളിലെ ഫെഡറൽ ജഡ്ജിമാരാണ് വിയോജിപ്പ് രേഖപ്പെടുത്തിയത്. അതേസമയം ട്രംപിന്റെ ഉത്തരവിന്റെ ഭരണഘടനാ സാധുതയെക്കുറിച്ച് കോടതി പരാമർശിച്ചില്ല. ഭരണഘടനയ്ക്കും അധികാര വിഭജനത്തിനും നിയമവാഴ്ചയ്ക്കും ലഭിച്ച മഹത്തായ വിജയമാണ് ഇതെന്ന് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു. This morning the Supreme Court has delivered a monumental victory for the Constitution, the separation of powers, and the rule of law. In striking down the excessive use of nationwide injunctions to interfere with the normal functioning of the executive branch, the Supreme Court has stopped the presidency itself. That's what they've done, and really, it's been an amazing period of time. This last hour. ട്രംപിന്റെ ഉത്തരവിന് കോടതി പച്ചക്കൊടി കാട്ടിയതോടെ പ്രതിപക്ഷം 1,50,000-ത്തിലധികം നവജാത ശിശുക്കൾക്കാണ് US പൗരത്വം നിഷേധിക്കപ്പെടുക. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. വ്യാപാര കരാർ സംബന്ധിച്ച് കാനഡയുമായുള്ള എല്ലാ ചർച്ചകളും ഉടൻ അവസാനിപ്പിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ടെക് കമ്പനികളിൽ നിന്ന് 3% ഡിജിറ്റൽ സർവീസ് നികുതി ഈടാക്കാനുള്ള കാനഡയുടെ തീരുമാനത്തിന് പിന്നാലെയാണ് പ്രഖ്യാപനം. പുതിയ നികുതി US ടെക് കമ്പനികൾക്ക് $3 ബില്യൺ അധിക ചെലവുണ്ടാക്കുമെന്നാണ് നിഗമനം. എന്നാൽ ചർച്ചകൾ തുടരുമെന്ന് കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി അറിയിച്ചു. പകൽ വാർത്ത പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം പ്രാദേശിക വാർത്തകളുമായി സകലമാന കേരളത്തിൽ ഹരികൃഷ്ണൻ ചേരും.